ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെറുതെ നമുക്ക് സ്വർഗം കിട്ടൂല. 5 വക്കത്ത് വളയം പള്ളിയുടെ അകത്ത് വന്ന് നിസ്കരിച്ചു, അല്ലാഹു അക്ബർ കൈകെട്ടി 5 വക്കത്ത് നിസ്കരിച്ചവന് മാത്രമല്ല സ്വർഗം, പാവപ്പെട്ടവന്റെ വിഷമം അറിയുന്നവനാണ് സ്വർഗം. വളയത്തൊരുത്തൻ പട്ടിണി കിടക്കുകയാണ്, അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് കഴിക്ക് സഹോദര, നിനക്ക് സ്വർഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. രോഗിയായി കഴിയുന്ന പാവപ്പെട്ടവന്റെ അടുത്ത് പോയിട്ട് ഒരു നേരത്തെ മരുന്നിന് കാശ് കൊടുത്ത്, അല്ലെങ്കിൽ അവനിക്ക് ആ മരുന്ന് മേടിച്ചു കൊടുത്ത്, അതിന് നീ ഇതിന് കൊണ്ട് സമാധാനപ്പെടണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരാണ് സ്വർഗമെന്ന അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. നിറഞ്ഞു കവിഞ്ഞു പോയ സദസ്സിന്റെ മുന്നിൽ ഞാൻ പറയാ, പരമാനന്ദ സ്വർഗത്തെ പറ്റി പറയാ. അതിന് പോകണം പ്രിയമുള്ളവരെ, അതിനെ കേൾക്കാനും അതിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ. ആഗ്രഹമില്ലാതെ അല്ലാഹു തരില്ല എന്റെ പ്രിയപ്പെട്ടവരെ. റബിയാ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഒരു ദിവസം രാത്രി മദീന പള്ളിയുടെ മുറ്റത്ത് നിൽക്കുകയാ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധ മാറിപ്പോവല്ലേ. എന്ത് വിശാലമായ സദസ്സാ, മനോഹരമായ പള്ളിയാ. സ്വർഗം ഇവിടെ നിന്ന് പറയുമ്പോ ഒരു സ്വർഗത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് മറന്നു പോകാൻ പാടില്ല. ഈ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവല്ലേ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. സ്വർഗത്തിന്റെ പരിമളത്തിന്റെ സദസ്സിലിരിക്കുന്ന, അള്ളാന്റെ ദീൻ പറയുന്ന, അള്ളാഹുവിന്റെ വാള് പറയുന്ന പരിശുദ്ധമായ ദീനിന്റെ സദസ്സുകളല്ല. എത്രയോ ഭാഗ്യവാന്മാരാണ് വളയത്തുകാരാ. ഇങ്ങനെ ഒരു സദസ്സൊക്കെ കാസർഗോഡ് ജില്ലയിലേ കാണാൻ കഴിയുള്ളൂ. കഴിഞ്ഞ മാസം ആദിക്കാട് കടവത്ത് വന്നു പോയതാ, ഇപ്പോഴിതാ വളയത്ത് വന്നിരിക്കുകയാ. നിങ്ങൾ ഭാഗ്യവാന്മാരാ. എത്രയോ സ്വർഗത്തിന്റെ സദസ്സുകളിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയവരാ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഇൽമിന്റെ മജ്ലിസ് എല്ലാം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളാ. ഇവിടെ ഇരുന്ന് മരിച്ചാൽ ഈ കസേര കൂട്ടത്തിന്റെ ഇടയിൽ അസ്രായിൽ ഇറങ്ങി വന്നിട്ട് എന്റെയോ നിങ്ങളുടെയോ ഒരാളുടെ റൂഹ് പിടിച്ചു പോയാൽ ഭയപ്പെടേണ്ട, ഭാഗ്യവാനാണ്. ദഖലൽ ജന്നാ, അവൻ സ്വർഗത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്തിനെന്നറിയോ ഇപ്പൊ ആമീൻ പറഞ്ഞത്? ഇവിടെ ഇരുന്ന് മരിക്കാൻ വേണ്ടിയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഒരു ഈമാൻ നമുക്ക് വീട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഈ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാഹല്ലേ റസൂലുള്ളാഹ്. പക്ഷേ ഈ വീട്ടിൽ ഉമർ കയറി വന്നപ്പോ കാണാൻ ഒരു വസ്തുവുമില്ല നബിയേ. ഈന്തപ്പന പോലെ ഇവിടെ പുറത്താകടന്നത്. എഴുന്നേറ്റപ്പം മുതുവിൽ ഈത്തപ്പനയുടെ പാടുണ്ട് സഹോദരങ്ങളെ. ഇന്ന് സുഫിയാൻ ബാക്കവി കിടന്നത് എവിടെയെന്നറിയോ? ഇന്ന് സുഫിയാൻ ബാക്കവി കിടന്നത് എവിടെയെന്നറിയോ? നെഞ്ച് പൊട്ടിപ്പോവയാ പ്രിയപ്പെട്ടവരെ, നെഞ്ച് പോവുകയാ പ്രിയപ്പെട്ടവരെ. 1400 കൊല്ലം മുമ്പ് നമ്മുടെ റസൂലുള്ള കിടന്നത് ഡ്യൂറോഫ്ലക്സ് മെത്തയിലല്ല, വലിയ വിശാലമായ വീടിന്റെ അകത്തളമല്ല. നമ്മളെ വീട് പോലെ ഫാനില്ല, ബൾബില്ല, AC ഇല്ല. എന്റെ റസൂലുള്ള കിടന്നത് എവിടെയാ? മദീനയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാ ഈത്തപ്പനയുടെ ഓല കാണാ. എന്ത് മാത്രം കട്ടിയെന്നറിയോ? ഒന്ന് തൊടാനോ പിടിക്കാനോ പറ്റില്ല. അതിന്റെ പുറത്താണ് എന്റെ റസൂലുള്ള കിടന്നത്. സുബ്ഹാനല്ലാഹ്. എഴുന്നേറ്റപ്പോ പുറത്തിങ്ങനെ പാട് കാണുകയാ, ഓലയുടെ പാട് കാണുകയാ. ഉമർ വല്ലാതെ കരഞ്ഞുപോയി, ഉമർ വല്ലാതെ കരഞ്ഞുപോയി, ഉമർ വല്ലാതെ നിലവിളിച്ചു പോയി. എന്തേ യാ റസൂലല്ലാഹ്, മാർദ്ദവമുള്ളൊരു ബെഡ് ഞാൻ കൊണ്ടുവരട്ടെയോ നബിയേ? വേണ്ട ഉമറേ, ഈ മുഹമ്മദനീ ഓലപ്പുര മതി ഉമറേ. അല്ലാ അല്ലാ
ഉമറേ, ഇവിടെ ഞാൻ വന്ന് താമസിക്കാൻ വന്നതല്ല ഉമറേ, സുഖിക്കാൻ വന്നതല്ല ഉമറേ, രസിക്കാൻ വന്നതല്ല ഉമറേ, ഫാനില്ലാതെ കിടക്കാത്ത വളയത്തുകാരാ, ഒരു ദിവസം എങ്ങാനും കറണ്ട് പോയാൽ പിച്ചും പേയും പറഞ്ഞ് KCBയിൽ വിളിച്ച് കുറ്റം പറയുന്ന വളയത്തെ പെങ്ങളെ, ഒരു ദിവസം ഒന്ന് കറണ്ട് പോയാൽ സഹിക്കുവോ നിങ്ങൾക്ക്? ഒരു ദിവസം വസ്ത്രം വാങ്ങാൻ കഴിയാതിരുന്ന പെരുന്നാൾ വന്ന സഹിക്കുമോ നിങ്ങൾക്ക്? അന്നന്ന് അന്നത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടന്റെ വളയത്തുകാർക്ക് അല്ല തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുമാത്രം ഭക്ഷണമാ, എന്തുമാത്രം വസ്ത്രമാ, എന്തുമാത്രം ചെരുപ്പാ, എന്തുമാത്രം വാഹനങ്ങളാ, സൗകര്യത്തിന്റെ കൂമ്പാരങ്ങൾ അല്ലാഹു നമുക്ക് തന്നില്ലേ? എന്നാ നമ്മുടെ റസൂലുണ്ടല്ലോ, ഹബീബായ നബിതങ്ങളുണ്ടല്ലോ. വീട്ടിനകത്തൊരു ഗ്ലാസ് ഇല്ല, ഒരു ഷോക്കേസ് ഇല്ല, ഒരു അലമാരയില്ല, ഇട്ട് മാറാൻ വസ്ത്രമില്ല, തൂക്കിയിടാൻ ഹാങ്ങറില്ല, അഴയില്ല. അല്ലാ, ലോകത്തിന്റെ നായകന്റെ വീട്ടിൽ ഒന്നുമില്ലായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലോ ആ റസൂലുള്ള പിന്നെ എവിടെ എത്തിയെന്നറിയോ? പിന്നെ എവിടെ എത്തിയെന്നറിയോ? അന അവ്വലു ഹലക നഅതിൽ ജന്ന, അതേ സ്വഹാബാ, സ്വർഗത്തിന്റെ വളയം ആദ്യം പിടിക്കുന്നത് ഞാനാ സ്വഹാബാ. വമഈ ഫുഖറാ അൽ മുഅ്മിനീൻ, എന്റെ കൂടെ ആരെന്നറിയോ? എന്റെ കൂടെ സ്വർഗത്തിലുണ്ടായിരിക്കുന്നത് ആരെന്നറിയോ? എന്റെ കൂടെയുള്ള പാവപ്പെട്ടവരാ സ്വഹാബാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളാ സ്വഹാബാ. അതുകൊണ്ട് അല്ലാഹു സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചവരെ, പാവപ്പെട്ടവരെ നമ്മൾ മാറ്റി നിർത്തണ്ട, നമുക്കും വേണമല്ലോ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളല്ലേ റബ്ബ് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹുവിന് മാറ്റിവെക്കൂ. തന്ന സമ്പത്ത് അല്ലാഹുവിന് മാറ്റിവെക്കൂ. തന്ന വീട് അല്ലാഹുവിന്റെയാ, കിട്ടിയ വാഹനം അല്ലാഹുവിന്റെയാ, കയ്യിൽ വാച്ചുണ്ടോ, മോതിരമുണ്ടോ, നല്ല തൊപ്പിയുണ്ടോ, നല്ല വസ്ത്രമുണ്ടോ, അല്ലാഹുവിന്റെയാ, അല്ലാഹുവിന്റെയാ, അല്ലാഹുവിന്റെയാ. നമുക്കൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചു ജീവിക്കൂ. റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ഒരു വഴിപോക്കനാണ് ഉമറേ, ഒരു വഴിപോക്കനാണ് ഉമറേ, ഇവിടെ കിടക്കാൻ വന്ന ആളല്ല ഉമറേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, സ്വർഗത്തെ പറ്റി കേൾക്കണോ സ്വഹാബാ? ഈ ഇരിക്കുന്നത് പോലെ സ്വഹാബാക്കൾ കേട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാ, അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ പറ്റി കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, മാലാ ഐനുൻ റആ, ഇല്ല വളയത്തുകാരാ, നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ കഴിയില്ല വളയത്തുകാരാ, ഒന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല വളയത്തുകാരാ. 2 നില വീട് വെച്ച കോടീശ്വരന്മാര് കെട്ടിപ്പൊക്കുന്ന വീട് കാണുമ്പോ അല്ലോ, അവൻ എത്ര ഭാഗ്യം ചെയ്തവനാ. നല്ല ക്രിസ്റ്റ കാറിൽ, ഇന്നോവയുടെ കാറിൽ അങ്ങോട്ട് പോകുമ്പോ എന്ത് ഭാഗ്യം ചെയ്തവനാ. ഭാഗ്യവാനല്ല, അവനൊന്നും ഭാഗ്യവാനല്ല. കോടാനുകോടികളുടെ ആസ്തിയുള്ള യൂസുഫ് അലി അല്ല ഭാഗ്യവാൻ, അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. പണം ഒരുപാട് കിട്ടിയവരല്ല ഭാഗ്യവാന്മാർ, വലിയ വീട് വെച്ചവരല്ല ഭാഗ്യവാന്മാർ. നാളെ അല്ലാഹുവിന്റെ കരുണയോടെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു അവന്റെ സ്വർഗത്ത് പോകാൻ കഴിയോ? അവർക്ക് ആ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലാ ഉദുനുൻ സമിഅ,
ഒരു ചെവിയും ഇന്ന് വരെ കേട്ടിട്ടില്ല സ്വഹാബ. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ശരീരവും ഇന്ന് വരെ മനുഷ്യ ഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്ത സ്വർഗീയ പരിമളമാനന്ദ തുന്തലവും ആഹ്ലാദജനികവും പരമ പരിശുദ്ധവും പരമ പവിത്രവുമായ അള്ളാന്റെ സ്വർഗത്തിന്റെ മഹസ്സരത അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാ. നബിയേ പറ, നബിയേ പറയാ റസൂലല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന സാധനം അവൻ എന്ത് സ്വർഗത്താടാ നമ്മൾ പറയും. അപ്പൊ ഞാനിങ്ങോട്ട് കയറി വന്നപ്പോ സത്യത്തിൽ ഞാൻ തന്നെ സങ്കല്പിച്ചു, പടച്ചോനെ വളയം വെക്കാൻ പള്ളി സ്വർഗ തുല്യാണല്ലോ റബ്ബേ. എവിടെയൊക്കെയാണ് ലൈറ്റ്? ഓടുന്ന ലൈറ്റ്, കറങ്ങുന്ന ലൈറ്റ്, ഇരിക്കുന്ന ലൈറ്റ്, അല്ലേ? വർണ്ണ വഴിക്ക് ട്യൂബ്, എത്ര മനോഹരമായിട്ട് നിങ്ങൾ നോക്കിയേ, സ്വർഗീയ അലങ്കാരം പോലെ, അല്ലേ? നമ്മൾ പറയാറുണ്ട്, അല്ലേ? അല്ലേ മൈക്കാരാ? നല്ല മൈക്കാണ്, മാഷാ അല്ലാഹ്, അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പറയണം. നമ്മൾ പറയണം നല്ല വീട് കാണുമ്പോ കൊട്ടാര തുല്യമായ വീടാണ്. എന്തോട്ട് നിങ്ങൾ കൊട്ടാര സ്വർഗതുല്യം എന്ന് പറയണ എന്താ നിങ്ങൾ വിചാരിച്ചത്? അള്ളാന്റെ റസൂല് പറയണത് കേട്ടോ, അള്ളാന്റെ ഹബീബ് പറയണത് കേട്ടോ. സ്വർഗത്തിന്റെ മതിലുണ്ടല്ലോ. കേൾക്കാൻ ആഗ്രഹം ഉണ്ടാ നിങ്ങൾക്ക്? ഉണ്ടാ ഉള്ളവരൊന്ന് കൈപൊക്കിക്കുക ഇൻഷാ അല്ലാഹ്. ആഗ്രഹം ഒന്ന് കാണട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു സ്വർഗം തരട്ടെ. ആഗ്രഹം ഇല്ലാത്തവനിക്ക് അല്ലാഹു തരൂല്ലട്ടാ, ഉറപ്പ്. ഈ പറയണ എനിക്ക് ആഗ്രഹമില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ആഗ്രഹം ഈ വിഷയത്തിലോട്ട് ഞാൻ ആഴ്ന്നിറങ്ങിയപ്പോഴാ അല്ലാ തരണേ അല്ലാന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞത്. സത്യ പഠിച്ചുകൊണ്ടിരുന്നപ്പോ സ്വർഗമുണ്ട് അതുകൊണ്ട് എന്നൊക്കെ ഉസ്താമാരെ പഠിപ്പിച്ചപ്പോൾ അത്ര വലിയ ഗൗരവം തോന്നിയില്ല. ഈ വിഷയം മുളയത്ത് പറയാനും പരിസര സദസ്സിലൊക്കെ പറയാൻ വേണ്ടി പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി, പടച്ചോനെ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് ഹൃദയം പൊട്ടി ഈ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ പറഞ്ഞാൽ സ്വർഗം അല്ലാനോട് പറയൂ അത്രേ, പടച്ചോനെ അവനെ നീ എന്നിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് സ്വർഗം പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാന്ന്, അല്ലേ? ലൈവ് കാണുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്, നമ്മൾ ഇത്രയും പേരുണ്ട്. ഞാൻ ദുആ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആമീൻ പറയുന്നു, സ്വർഗം നമ്മളെ എല്ലാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. ദുആ ചെയ്യട്ടെ, ആമീൻ പറയോ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാ, തരണേ അല്ലാ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ചോദിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ ചരിത്രത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രിയമുള്ളവരെ, സ്വർഗം എങ്ങനെയായിരിക്കുന്നത്? ഭൂമി പോലെ ഉരുണ്ടതാണോ, അതോ പരന്നതാണോ, അതോ കടല് പോലെ സമുദ്രമാണോ, അതോ ആകാശം പോലെ വെളുത്തതാണോ, അതോ വലിയ കൊടുങ്കാട് പോലെയാണോ, അതോ പച്ചപ്പരവതാനിയാണോ, അതോ ഇതുപോലെ ലൈറ്റ് ഉള്ളതാണോ, അതോ ഇതുപോലെ കറങ്ങുന്ന ഓടുന്ന ലൈറ്റ് ഉള്ള കെട്ടിടങ്ങളാണോ? എന്താണ് സ്വർഗം? എന്താണ് സ്വർഗം? അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ബിനാഉഹാ യാ ഹബീബല്ലാഹ്, എങ്ങനെയാ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക, എങ്ങനെയാ സ്വർഗം ഉണ്ടാക്കിയിരിക്കുക? 2 വർഷം മുമ്പ് ഞാനൊരു പത്ര കട്ടിങ് വായിച്ചപ്പോ ഒരാള് സ്വർഗത്തെ ഒന്ന് പണിഞ്ഞു നോക്കാൻ തുടങ്ങി. ഖുർആനൊക്കെ ഓതി പഠിച്ചിട്ടു അയാളൊരു മോഡൽ സ്വർഗം ഉണ്ടാക്കാൻ തുടങ്ങി. ആരോ പറഞ്ഞു അത് വീഗാലാൻഡ് പോലെയാണ്, വേറൊരാൾ പറഞ്ഞു സിൽവർ സ്റ്റോം പോലെയാണ്, വേറൊരാൾ പറഞ്ഞു ഇല്ല എന്തോ പാർക്ക് പോലെയാണ്. പലരും പറഞ്ഞു തുടങ്ങി. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടോ, വളയത്തുകാരാ, സ്വർഗം എങ്ങനെയായിരിക്കുക? അല്ലാഹുവിന്റെ റസൂല് പറയാ, ഇന്നഹാ ഇത്തൽ ജന്നാ, സ്വർഗത്തിന്റെ മതിലുണ്ടല്ലോ, സ്വർഗത്തിന്റെ ചുമരുണ്ടല്ലോ, ലബിനത്തു മിൻ ഫില്ലാ ലബിനത്തു മിൻ ദഹബി. സ്വഹാബാ
സ്വർഗത്തിന്റെ ഭിത്തിയുണ്ടല്ലോ, സ്വർഗത്തിന്റെ മതിലുണ്ടല്ലോ, സ്വർഗത്തിന്റെ ചുമരുണ്ടല്ലോ, അത് സ്വർണത്തിന്റെ ഇഷ്ടികയാ സ്വഹാബാ. വെള്ളിയുടെ ഇഷ്ടികയുമുണ്ട് സ്വഹാബാ. തുറാബുഹാ സഗ്ഫറാൻ, അതിൽ കുങ്കുമത്തിന്റെ പൊടിയാ മണലാണ് ഇഷ്ടികയിലെ ചേർത്തു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക. വമിലാത്തുഹാ മിസ്കിയാ സ്വഹാബാ, മിസ്കും കുങ്കുമവും അല്ലാഹുവേ സഗ്ഫറാനും കുങ്കുമപ്പൊടിയും ചേർത്ത് വെച്ചു. ചന്ദനപ്പൊടിയും കുങ്കുമവും സിമന്റായിട്ട് ഉപയോഗിച്ചു. സ്വർണത്തിന്റെ കട്ടയും വെള്ളിയുടെ കട്ടുകയും ചേർത്ത് വെച്ചു. അതിന്റെ മതിൽ പണിഞ്ഞിട്ടുണ്ട് സ്വഹാബാ, അതിന്റെ മതിൽ പണിഞ്ഞിട്ടുണ്ട് സ്വഹാബാ.